ഇന്ന് ശബരിമല സ്വർണ്ണമോഷണ വിവാദങ്ങളിൽ നിർണായക ദിനമാണ്. എന്തുകൊണ്ട് നിർണായക ദിനമാവുന്നു നോക്കാം. ശബരിമലയിൽ ഇതുവരെ നടത്തുന്ന അന്വേഷണം SIT പ്രത്യേക അന്വേഷണ സംഘമാണ്. കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ നേരിട്ട് രൂപീകരിക്കപ്പെട്ട ആ പ്രത്യേക അന്വേഷണ സംഘമാണ് കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ തീരുന്നില്ല. ശബരിമലയിലേക്ക് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നുണ്ടാവാൻ പോകുന്നത്. സ്വർണ്ണപ്പാളി കേസുകളിലെ FIR ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷയിലാണ് ഇന്ന് വിധി വരുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക. കേസിന്റെ FIR, റിമാൻഡ് റിപ്പോർട്ടുകൾ, അറസ്റ്റിലായവരുടെയും മറ്റുള്ളവരുടെയും മൊഴികൾ, പിടിച്ചെടുത്ത രേഖകൾ തുടങ്ങിയവയുടെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് ED അപേക്ഷ നൽകിയത്. വിവരങ്ങൾ കൈമാറുന്നതിൽ കുഴപ്പമില്ലെന്നും ED ആവശ്യപ്പെടുന്നത് പോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ മാത്രമേ അന്വേഷണം പാടുള്ളൂ എന്നാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ വാദമുന്നയിച്ചത്. ഹൈക്കോടതിയിലാണ് ആദ്യം EDയുടെ ഒരു നീക്കമുണ്ടായത്. പക്ഷേ അപ്പോൾ തടസ്സവാദമാണ് ഉന്നയിച്ചത്. ഒടുവിലത് വിചാരണ കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാട് ഹൈക്കോടതി എടുക്കുന്നു. ഒടുവിൽ വിചാരണ കോടതിയായ കൊല്ലം വിജിലൻസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞിരുന്നു, കൊല്ലം വിജിലൻസ് കോടതി തനിച്ച് തീരുമാനമെടുക്കരുത്, മറിച്ച് ഇതിൽ പ്രോസിക്യൂഷൻ്റെ അടക്കമുള്ള വാദങ്ങൾ കേട്ട ശേഷം മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. അതായത് നിലവിലുള്ള SITയുടെ ആ വാദം കേട്ട് നിലപാടറിഞ്ഞ ശേഷമാണ് കോടതി ഇന്ന് തീരുമാനം പറയാൻ പോകുന്നത്. ആദ്യ നിലപാടിൽ നിന്നും അല്പം വ്യത്യസ്തതയുള്ള നിലപാട് പിന്നീട് ഇക്കാര്യത്തിൽ കോടതിയിൽ നിലവിൽ ഉള്ള SIT ടീം അറിയിച്ചിട്ടുണ്ട് എന്നതുകൂടി പ്രസക്തമായ കാര്യമാണ്. നമുക്ക് നോക്കാം എന്തായിരുന്നു ഇതിൻ്റെ സാഹചര്യം. ആദ്യം തന്നെ നോക്കാം EDയുടെ നീക്കം എന്തായിരുന്നു. EDയുടെ നീക്കം ഇങ്ങനെയായിരുന്നു. കേസ് രേഖകൾ ആവശ്യപ്പെട്ട് ആദ്യം അവർ പോയത് ഹൈക്കോടതിയിലേക്ക് കേസ് രേഖ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു. എന്നാൽ നിങ്ങൾ വിചാരണ കോടതിയെ സമീപിക്കൂ എന്ന നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ അവർ അപേക്ഷ നൽകുന്നു. FIR ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് വേണം. ഈ ആവശ്യമാണ് ഉന്നയിച്ചത്. ഇതായിരുന്നു ED നടത്തിയ നീക്കം. പിന്നീട് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ EDയുടെ നീക്കം സമാന്തരമായി നടക്കുകയാണ്. ED അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളാണ്. പ്രധാനമായും അതിൽ വിദേശ ബന്ധങ്ങളടക്കം നടന്നിട്ടുണ്ടോ, ഇക്കാര്യത്തിൽ ഈ വിദേശ ബന്ധങ്ങളിൽ പണം, അതായത് ഈ പുരാവസ്തു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വിദേശത്തേക്ക് പണം കടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ പണം കടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ എന്താണ്, അതിൽ നടന്ന ചട്ടലംഘനം, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. സ്വർണം മാറ്റിയതിലെ പണമൊഴുക്ക്, ഇടനിലക്കാർ, അവരുടെ ബാങ്ക് ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യമിട്ടത്. ആ നീക്കത്തിലേക്ക് തന്നെയാണ് അവർ വരികയും ചെയ്തത്. എന്തായാലും ഈ നീക്കങ്ങൾ അന്വേഷിച്ച് കടക്കാനുള്ള ഈ EDയുടെ നീക്കം, ആ നീക്കം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വിചാരണ കോടതിയിലാണ് അവർ ഒടുവിൽ ഈ സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട് അവർ അന്വേഷണം എത്തിയത്. സ്വർണം മാറ്റിയതിലെ പണമൊഴുക്ക്, ഇടനിലക്കാർ, ബാങ്ക് ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണ നീക്കം. ആവശ്യം എന്താ? റിമാൻഡ് റിപ്പോർട്ടുകൾ, മൊഴികൾ, പിടിച്ചെടുത്ത രേഖകൾ. റിമാൻഡ് റിപ്പോർട്ട് വേണം, മൊഴികൾ, പിടിച്ചെടുത്ത രേഖകൾ തുടങ്ങിയവയുടെ പകർപ്പ്, ഇതാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കമാണ് ED കോടതിയിലെടുത്തത്. EDയുടെ മറ്റൊരു ആവശ്യം കൂടി പ്രധാനപ്പെട്ടതാണ്. ഈ കൈമാറുന്ന രേഖകളെല്ലാം രഹസ്യമായി സൂക്ഷിക്കാം എന്ന ഉറപ്പുകൂടി കോടതിക്ക് മുന്നിൽ ED ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ രേഖകൾ പുറത്തു പോകുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, അത് പോവരുത്. അതുകൊണ്ട് മൊഴികൾ, പ്രത്യേകിച്ച് സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നവരുണ്ട്, അന്വേഷണത്തിൻ്റെ ഭാഗമായി കടന്നു വന്നവരുണ്ട്, ഇവരുടെ മൊഴികളൊക്കെ വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കാം എന്ന ഉറപ്പാണ് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത നീക്കം എന്താണ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്ന ഈ വിജിലൻസ് കോടതി ഈ ആവശ്യം തള്ളിയാൽ അവർക്ക് അടുത്ത നീക്കമുണ്ട്, മേൽക്കോടതിയെ സമീപിക്കാം. അതായത് വേണേൽ ഹൈക്കോടതിയിലേക്ക് പോവാം. ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അത് താഴെ കീഴ്ക്കോടതിയിലേക്ക് പരിഗണിക്കട്ടെ എന്ന നിലപാടാണ് ഹൈക്കോടതി എടുത്തത്. പക്ഷേ ഈ ഹർജിക്ക് ഇവിടെ തീർപ്പുണ്ടാവാതെ അവരുടെ ആവശ്യം തള്ളപ്പെട്ടാൽ ഒരുപക്ഷെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുണ്ട്. അതിന് ചുരുക്കം ഇതാണ്: എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമലയിൽ അന്വേഷണ നീക്കം സജീവമാക്കുന്നു എന്ന് തന്നെയാണ്. നോക്കാം ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ നീക്കത്തിനോട് പ്രോസിക്യൂഷൻ്റെ വാദം എന്തായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രോസിക്യൂഷൻ എന്ത് നിലപാടെടുത്തു എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. പ്രോസിക്യൂഷൻ്റെ വാദം ഇങ്ങനെയാണ്: വിവരങ്ങൾ കൈമാറുന്നതിൽ കുഴപ്പമില്ല. പ്രോസിക്യൂഷൻ പറയുന്ന ഒരു വാദം അതാണ്, ഞങ്ങൾക്ക് പ്രാഥമികമായ വിവരങ്ങൾ കൈമാറാൻ തടസ്സമില്ല. പക്ഷേ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ മാത്രമേ അന്വേഷണം പാടുള്ളൂ. ഇതാണ്
ഉന്നയിച്ച ഒരു കാര്യം. പ്രാഥമികമായ വിവരങ്ങൾ കൈമാറാം, പക്ഷേ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ മാത്രമേ അന്വേഷണം നടത്താൻ പാടുള്ളൂ എന്ന കാര്യം വാദിക്കുന്നു. ഒരു നിലപാട് കൂടി ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതുകൂടി കാണാം. മറ്റ് കൃത്യങ്ങളിൽ ED അന്വേഷണം നടത്തിയാൽ നിലവിലെ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും. ശ്രദ്ധിക്കുക, EDയുടെ വാദം അതായിരുന്നു. അതായത് ഈ കേസിൽ EDയും കൂടെ സമാന്തര അന്വേഷണം നടത്തിയാൽ നിലവിൽ SIT നടത്തുന്ന അന്വേഷണത്തെ അത് പ്രതികൂലമായി ബാധിക്കും. മറിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ മാത്രമുള്ള ഒരു അന്വേഷണം നടത്തുന്നതിൽ തെറ്റില്ല, ED അന്വേഷണം നടത്തട്ടെ, ഇതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രാഥമിക വിവരങ്ങൾ കൈമാറാമെന്ന നിലപാട് പ്രോസിക്യൂഷൻ കോടതിയിൽ എടുത്തോടുകൂടി ഒരു പക്ഷേ ഇന്ന് കോടതി അനുകൂലമായ വിധി പറയുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ഇതാ സമയം 11 മണിയോട് അടുക്കുകയാണ്. ഒരുപക്ഷെ കോടതി നമ്മൾ ഈ വാർത്ത പരാമർശിക്കുന്നതിനിടയിൽ തന്നെ തീരുമാനം പറയാൻ സാധ്യതയുണ്ട്. അതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയാണ് നമ്മൾ നോക്കുന്നത് ED വന്നാൽ എന്ത് സംഭവിക്കും. ശബരിമല സ്വർണ്ണ മോഷണ വിവാദം പുതിയ തലത്തേക്ക് കടക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിൽ ED വന്നാൽ ഇപ്പോഴുള്ള ഈ കേസുകൾ, ഈ വിവാദങ്ങളെല്ലാം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ നമുക്കറിയാം, ശബരിമല സ്വർണ്ണമോഷണ വിവാദം ഒരു തെരഞ്ഞെടുപ്പിനെ അടക്കം അങ്ങേയറ്റം നിർണായകമാക്കി സ്വാധീനിക്കപ്പെട്ടു എന്ന വിലയിരുത്തൽ നിൽക്കുകയാണ് സംസ്ഥാനം. ഇതിനിടയിൽ ED കൂടി വരുന്നതോടുകൂടി അതിൻ്റെ സാഹചര്യം മാറും. അതൊരു പുതിയ തലത്തിലേക്ക് കിടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അടുത്ത എന്താണ്? കേന്ദ്ര ഏജൻസി വരുന്നത് സംസ്ഥാന സർക്കാരിന് പുതിയ വെല്ലുവിളി ഉണ്ടാക്കുമെന്ന കാര്യമാണ്. കാരണം നിലവിൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം വരിക, നമുക്കറിയാം സംസ്ഥാനത്തെ പല വിവാദ വിഷയങ്ങളിലും മുമ്പും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നിട്ടുണ്ട്. വീണ്ടും ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരുന്നത് വലിയ തരത്തിലുള്ള വിവാദത്തിന് ഇടവെക്കാനുള്ള സാധ്യത ചെറുതല്ല. അതുകൊണ്ട് ED വന്നാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് അടുത്ത പ്രതിസന്ധി അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്ന വെല്ലുവിളിയാണ്. മറ്റൊന്ന്, സർക്കാരുമായി അടുത്ത ബന്ധമുള്ളവർ അന്വേഷണ പരിധിയിലേക്ക് വരുന്നു എന്ന സാഹചര്യം കൂടി ഉണ്ടാവും. നമുക്കറിയാം ഈ കേസിൽ, ഈ ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ ചിലരെയൊക്കെ ഒഴിവാക്കി, ചിലരെയൊന്നും എന്തുകൊണ്ട് അവരിലേക്ക് പോകുന്നില്ല. ഉദാഹരണം കടകംപള്ളി സുരേന്ദ്രൻ, പ്രതിപക്ഷം ഉന്നയിക്കുന്ന വലിയൊരു ആരോപണമാണ്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണ സംഘം കടക്കുന്നില്ല, അവരെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന ചോദ്യം. പക്ഷേ ED ഇവരെയൊക്കെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും അതൊരു വലിയ വെല്ലുവിളി ഉണ്ടാക്കുമെന്നതാണ്. മറ്റൊരു വലിയ വെല്ലുവിളിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതായിരിക്കില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ ED നീക്കം ഇടതുമുന്നണിക്കുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഒട്ടും ചെറുതായിരിക്കില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം ഏറ്റവും ബാധിക്കപ്പെട്ട വിഷയം അത് ശബരിമലയാണ് എന്നതാണ് പൊതുവിലുണ്ടാവുന്ന രാഷ്ട്രീയ വിശകലനവും വിലയിരുത്തലുകളും. ഇതിനിടയിൽ നിയമസഭ കൂടി വരുമ്പോൾ ED നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഇടപെട്ടാൽ അത് ഇടതുമുന്നണിക്ക് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി തെരഞ്ഞെടുപ്പിനിടയിൽ ഉണ്ടാക്കുമെന്ന സാഹചര്യമാണ്. ഒപ്പം സ്വർണ്ണക്കടത്തിൻ്റെ വിദേശ ബന്ധവും ഈ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ അന്വേഷണ ഏജൻസിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയും എന്ന കാര്യം. ചുരുക്കത്തിൽ ഇതാണ് ED ഈ കേസിലേക്ക് വരുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണമോഷണ വിവാദ കാലത്തെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്താൻ ഇതിന് കഴിയും. അതിന് കോടതി അനുകൂലമായ നിലപാടെടുക്കുമോ, കേസിൻ്റെ ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ കോടതി തീരുമാനമെടുക്കുമോ, അതല്ലെങ്കിൽ EDയുടെ തുടർ നീക്കുമെന്ന് എന്ന ചോദ്യമാണ്. ഇവിടെ ഒരു കാര്യം കൂടി പരാമർശിച്ച് നമുക്ക് പോകാം. ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തെ പ്രധാന പ്രമാദ കേസുകളിലെ അന്വേഷണം നടത്തിയിട്ട് എവിടെ എത്തിയെന്ന ചോദ്യമാണ്. ഇതൊരു രാഷ്ട്രീയപരമായ ഹൈപ്പ് ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ഈ അന്വേഷണത്തിന് എന്ത് കഴിയുമെന്ന ചോദ്യം കൂടി പ്രസക്തമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ED കൂടി വരുന്നതോടുകൂടി ശബരിമല പുതിയൊരു തലത്തിലേക്ക് വരികയും ശബരിമല എന്ന വലിയ സ്വാധീന വിഷയം സർക്കാരിന് മുന്നിൽ വെല്ലുവിളി ഉയർത്തും എന്ന കാര്യത്തിൽ കൂടി തർക്കമില്ല. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം, ഇതിൻ്റെ സാധ്യത വിശദമായി നമുക്ക് പരിശോധിക്കാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, സ്വാഗതം. ഡാൻ, ഈ ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിലേക്ക് ED വരുമോ എന്ന ചോദ്യത്തിനാണ് ഇന്ന് ഉത്തരം പറയാൻ പോകുന്നത്. കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ് പറയുക. എന്തായാലും നിലവിൽ SITക്ക് മേൽ സംസ്ഥാന സർക്കാരിന് എത്ര കണ്ട് നിയന്ത്രണമുണ്ട് എന്നതൊരു സംശയകരമാണ്. കാരണം കോടതി നേരിട്ടാണ് അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഇപ്പോഴും ആക്ഷേപമുണ്ട്, SIT എല്ലാ വിഷയങ്ങളിലേക്കും കടക്കുന്നില്ല, ചിലരെയൊക്കെ സംരക്ഷിച്ചു പോകുന്നു എന്ന കാര്യം. ED വന്നാൽ ഒരുപക്ഷേ ഈ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ വിളിപ്പിച്ചു വരുത്താനുള്ള സാധ്യതയൊന്നും തള്ളിക്കളഞ്ഞുകൂടല്ലോ. എന്താണ് ED വന്നാൽ സംഭവിക്കാൻ പോവുക? ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് SIT കൃത്യമായ നേതൃത്വം നൽകുന്നതെങ്കിലും ആഭ്യന്തര വകുപ്പിന് കീഴിൽ പോലീസ് മേധാവിക്ക് കീഴിലുള്ള ഒരു സംഘമാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ക്രൈംബ്രാഞ്ച് SP ശശിധരന്റെ മേൽനോട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ AO
AO അടക്കമുള്ളവർ, അതായത് 7 പേർ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട്. ആ 7 പേരിൽ 5 പേര്, ഭൂരിഭാഗം ആളുകളും ഉദ്യോഗസ്ഥരാണ്. അതിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറും അതോടൊപ്പം മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവും ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലൊരു രാഷ്ട്രീയ സ്വാധീനമുള്ളവരിലേക്കോ അല്ലെങ്കിൽ സർക്കാരുമായി നേരിട്ട് ബന്ധമുള്ളവരിലേക്കോ ഒന്നും അന്വേഷണം ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ വെറുതെ അങ്ങ് എത്തണമെന്ന് പറഞ്ഞാൽ എത്താൻ കഴിയുന്ന സാഹചര്യമല്ല. അവർ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. നിലവിലെ കണ്ടെത്തലുകളിൽ ഈ ഗൂഢാലോചനയുടെ കിങ് പിൻ എന്ന് പറയുന്നത് പത്മകുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലെത്തി ഇതുമായി ബന്ധപ്പെട്ട രഹസ്യമായ ഗൂഢാലോചന നടത്തിയതിന്റെ അടക്കം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് SIT അവകാശപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു ചില പേരുകൾ കൂടി പറഞ്ഞു കേട്ടിരുന്നു. അതിൽ ഈ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നത്. അത് വലിയ തരത്തിൽ രാഷ്ട്രീയ വാക്പോരിന് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രതിപക്ഷ നേതാവ് കടകംപള്ളി സുരേന്ദ്രനെതിരെ നടത്തിയ പരാമർശത്തിൽ മാനനഷ്ടത്തിന് അദ്ദേഹം സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നടപടികൾ ഒരു വശത്ത് തുടരുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുമോ എന്നൊരു ചോദ്യം വരുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമാന്തരമായി സംസ്ഥാനത്തെ പോലീസോ അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളോ അത്തരത്തിൽ പരിശോധന നടത്തുന്നതിന് സമാന്തരമായി കേന്ദ്ര ഏജൻസിയായ EDയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അത്തരത്തിൽ പരിശോധനകൾ നടത്താറുണ്ട്. ആ കുറ്റകൃത്യത്തിന്റെ ഗൗരവം അത് ഒരു പരിധിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എങ്കിൽ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൃത്യമായി ഇടപെടൽ ആ വിഷയത്തിലുണ്ടാകും. ED ആ അന്വേഷണം ഏറ്റെടുക്കും. പിന്നീട് മറ്റൊരു ദിശയിലായിരിക്കും അതിന്റെ അന്വേഷണം നടക്കുക. നമുക്കറിയാം, ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ഓഫീസിനെ വലിയ തരത്തിൽ സംശയനിലയിൽ നിർത്തിയ നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ, അവിടെ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ തന്നെയായിരുന്നു ED പൂട്ടിയത്. അന്ന് അദ്ദേഹം 1 വർഷത്തോളം തടവിൽ കഴിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് ആ കേസിന്റെ ഗതി എന്തായി എന്നതാണ് രാഷ്ട്രീയമായി CPM അതിനെ ചെറുക്കാനായി മുമ്പോട്ട് വെച്ചൊരു വാദം. സമാനമായ തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിലെ പ്രമുഖരെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ബോധപൂർവമായ നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് എന്ന വലിയ വിമർശനം സംസ്ഥാന സർക്കാർ ഇതിനു മുമ്പ് പലതവണ ഉന്നയിച്ചിട്ടുണ്ട്. സമാനമായ ഒരു ആക്ഷേപം വീണ്ടും ഉയരാനാണ് സാധ്യത. കാരണം ED ഇപ്പോൾ ഈ അന്വേഷണം ഏറ്റെടുക്കേണ്ട എന്ത് സാഹചര്യം എന്നതായിരിക്കും സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം. കാരണം SIT നിഷ്പക്ഷമായ തരത്തിൽ അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ലഭ്യമായ തെളിവുകളുടെയും ലഭിച്ച മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ 7 പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 or 3 തവണയായി സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടുകളിലെല്ലാം ഹൈക്കോടതി കൃത്യമായി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അന്വേഷണത്തിലെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ സീൽ ചെയ്ത കവറിൽ തെളിവുകൾ അടക്കം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ അന്വേഷണം ഏത് ദിശയിലായിരിക്കും പോവുക എന്ന കാര്യം കോടതിയെ കൃത്യമായി തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം അന്വേഷണത്തിന്റെ ഗൗരവം എത്രയാണ് എന്ന് അന്വേഷണ സംഘത്തിന് തന്നെ SP ശശിധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് സമയപരിധി നീട്ടി നൽകുന്ന ഒരു സാഹചര്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ED ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ED അന്വേഷണ പരിധിയിലേക്ക് അല്ലെങ്കിൽ ED കൂടി അന്വേഷണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഈ കേസിന് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഗൗരവം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കപ്പുറത്തേക്ക് രാഷ്ട്രീയമായി ചിലരെയെങ്കിലും പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയായി EDയുടെ അന്വേഷണം മാറും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടെയാണ് സർക്കാർ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിലുള്ള അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ സുതാര്യത അത് ഉറപ്പുവരുത്തിയാണ് അന്വേഷണം മുമ്പോട്ട് പോകുന്നതെന്ന് സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ ആവർത്തിക്കുന്നതിന്റെ കാരണം അതാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് കൂടി ഇനി ശ്രദ്ധേയമായി മാറും എന്നതാണ് വസ്തുത. ഡാൻ, വളരെ പ്രസക്തമാണ്. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയവും. കാരണം ഒരുപക്ഷെ ED പുതിയ അന്വേഷണം നടത്തിയിട്ട് എന്ത് പുതിയ കണ്ടെത്തൽ നടത്താൻ കഴിയുമെന്ന ചോദ്യത്തിന് ആ കണ്ടെത്തലുകൾക്കപ്പുറം അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയം കൂടി പ്രധാനപ്പെട്ടതാണ്. അതാണ് ശബരിമല കേസിലേക്ക് ED വന്നാൽ സംഭവിക്കാൻ പോവുക. സർക്കാരും വളരെ കരുതൽ തന്നെയാവും ഈ വിഷയത്തിൽ. തദ്ദേശമുണ്ടാക്കിയ രാഷ്ട്രീയ നഷ്ടം അത് തന്നെയാണ് പ്രസക്തമായ കാര്യം. ഡാൻ, വളരെ നന്ദി ഡാൻ. എന്തായാലും തദ്ദേശമുണ്ടാക്കിയ രാഷ്ട്രീയ നഷ്ടം മറികടക്കാൻ ശബരിമലയിൽ എന്ത് പുതിയ നീക്കം എന്ന ആലോചന നടത്തുന്ന ഇടതുമുന്നണിക്കും CPMനും മുന്നിൽ പുതിയ വെല്ലുവിളി ഉണ്ടാക്കുകയാണ് ED കൂടി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ശബരിമല അന്വേഷണത്തിലേക്ക് കടന്നു വന്നാൽ ഉണ്ടാക്കുക. കാരണം
അന്വേഷണ ഏജൻസികൾ, സർക്കാർ കേന്ദ്രങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ടവരെ, മുൻ ദേവസ്വം മന്ത്രിമാരെ, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരെ ഒരുപക്ഷെ വിളിച്ചു വരുത്താനും മൊഴിയെടുക്കാനുമുള്ള സാധ്യത ചെറുതല്ല. അങ്ങനെയെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിവാദം വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിൽ ഉയരുമോ, അതിന് ഇടവയ്ക്കുമോ ഇന്നത്തെ കോടതി വിധിയും നീക്കങ്ങളും എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് കാത്തിരിക്കാം കോടതി എന്ത് പറയുന്നത്.